മറിയനെ ഒരു 5th മുതലാണ് എനിക്ക് പരിചയമുള്ളത്. ഞങ്ങള് ഒരു ക്ലാസ്സിലായിരുന്നു, ഒരു ബെഞ്ചിലായിരുന്നു, എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ ഒരു 8th ഒക്കെ എത്തിയപ്പോഴേക്കും ഷായന കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെയും കൂടെ കൂടെ ഇന്നിപ്പോ മറിയുടെ കൂടെ ഒരാൾ കൂടി കൂടി, മെമ്പേഴ്സ് കൂടി, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക. അവളെപ്പോഴും ഭയങ്കര ഒരു ഹാപ്പി പേഴ്സൺ ആണ്. സോ അവളുടെ കൂടെ വരുമ്പോ എന്താ ആളും ഹാപ്പി ആയിരിക്കും. ഓൾ ഇൻ ഓൾ പേഴ്സൺ ആയിരുന്നു മറിയ. എവിടെ പരിപാടി അവതരിപ്പിച്ചാണെന്ന് കേട്ടിട്ടില്ല, അതുപോലെ എല്ലാ പരിപാടിക്കും അവളുണ്ടാവും. എല്ലാവർക്കും മറിയാൻ അറിയായിരുന്നു, അറിയാത്തതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ധൈര്യശാലി, പക്ഷെ വെറുതെ ഒന്ന് പോയിരുന്നു കഴിഞ്ഞാൽ അപ്പക്കര്. അതെ, ഇന്ന് മറിയനെ കണ്ടപ്പോഴാണല്ലോ വീണ്ടും ഭയങ്കര അന്നത്തെ കൊച്ച് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് അവള് വന്നിട്ട് എങ്ങനെയുണ്ട്, സൂപ്പർ ആയിരുന്നു. മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. പെട്ടെന്ന് മേക്കപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ബ്രൈറ്റ് ലുക്കിൽ അല്ലെ തോമസ് ഏട്ടൻ പറയണ പോലെ വലുതായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ മാരേജിന് മുന്നേ അവളുടെ മാരേജ് നടക്കും. അത് അവള് വരെ പറയായിരുന്നു ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അവളുടെ മാരേജ് ഉണ്ടാവാന്നുള്ളത്. പക്ഷെ ഞെട്ടിച്ചു. അതെ, ഞെട്ടിച്ചു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് വിവാഹം എന്ന കൂടാശയിലൂടെ മറിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂടാശയിലൂടെ ഇതിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഒത്തിരി ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമ്മതം